നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന 2 ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ബേസിക്കലി ഈ ആപ്പ് രണ്ടും നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളിപ്പോൾ പഠിക്കുന്നവരാവട്ടെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. ഒന്നാമത്തെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് കാർഡ് AI. ഇതൊരു AI ബേസ്ഡ് ആപ്പാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫ്ലാഷ് കാർഡ് AI എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, ന്യൂ ഫ്ലാഷ് കാർഡ് ഡെക്ക് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ എന്താണ് ഫ്ലാഷ് കാർഡ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അതായത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ക്വിസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളടുത്ത് ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിക്കാനായിട്ട് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ പഠിച്ചത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലാഷ് കാർഡ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേണിംഗ് ടെക്നിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അറിയുന്നവർക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2-3 ഓപ്ഷൻ കാണാൻ പറ്റും. സ്റ്റഡി ഓൾ, സ്റ്റഡി നോട്ട് മാസ്റ്റേർഡ് ആൻഡ് റീഡ് ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അതല്ല നമ്മൾ എടുക്കാനുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ജനറേറ്റ് ഫ്ലാഷ് കാർഡ് വിത്ത് AI എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള ഫ്ലാഷ് കാർഡ് എത്രണ്ണം വേണമെന്നുള്ളതിൻ്റെ ഒരു അളവ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആണോ എന്താണ് വേണ്ടതെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യാം. ആൻഡ് ടോപ്പിക്ക് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ സ്കാൻ ടെക്സ്റ്റ് ബുക്ക് ഓർ വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ താഴെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൻ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഒന്നിൽ ക്യാമറ വെച്ചിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ ഏതെങ്കിലും ഒരു PDF കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന സമയത്ത് AI തന്നെ ഇത് മൊത്തത്തിൽ ജനറേറ്റ് ചെയ്ത് അതിനകത്തുള്ള ടെക്സ്റ്റ് ഇവിടെ കാണിക്കും. എന്നിട്ട് ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നത്? ഫ്ലാഷ് കാർഡ് ജനറേറ്റ് ആവും. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് കാർഡ് ഉണ്ടെന്ന് വെച്ചോ, ആ ഒരു ഫ്ലാഷ് കാർഡ് ജനറേറ്റ് ആയതിനു ശേഷം പിന്നീട് ആ ഫ്ലാഷ് കാർഡുകളെല്ലാം നമുക്കിവിടെ ഹോം പേജിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ പഠിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റഡി ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റഡി ഓൾ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ഫ്ലാഷ് കാർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഫ്ലാഷ് കാർഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഗെസ് ചെയ്യുക. ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആൻസർ എന്താണെന്നുള്ളതും കൂടി അതിൻ്റെ പുറകെ സൈഡിലുണ്ടാവും. അപ്പോൾ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ആപ്പാണ്. അടുത്ത ആപ്പ് നോക്കുന്ന സമയത്ത് അതിൻ്റെ പേര് QR കോഡ് ബിസിനസ് കാർഡ്സ് എന്നാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റ് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൊതുവെ ചെയ്യുന്നത് എങ്ങനെയാണ്? 9210 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നമ്പർ ആൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് QR കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് കോൺടാക്റ്റ് ഓർ ക്രിയേറ്റ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്രിയേറ്റ് കോൺടാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഓൾറെഡി കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് കോൺടാക്റ്റ് കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റ് ആണോ QR കോഡ് ആക്കേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുക്കുക. ക്രിയേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഹോം പേജിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോൺടാക്ട്സിൻ്റെ എല്ലാം QR കോഡുകൾ അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റിന് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ QR കോഡ് വരും. ഈ QR കോഡ് ആളുകൾ സ്കാൻ ചെയ്താൽ മതി. അവരുടെ ഫോൺ വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു കോൺടാക്റ്റ് ആയിട്ട് അവരുടെ ഫോണിൽ പെട്ടെന്ന് സേവ് ആവും. ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നമ്പർ തെറ്റൂല. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് മീറ്റിങ്ങിനൊക്കെ പോയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ ഒരു 10 പേർക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിനേക്കാളും വലിയ മെത്തേഡ് വേറെ ഒന്നുമില്ല പിള്ളേരെ. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻസ് ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയണം. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കും. ബൈ. ആൻഡ് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്.